കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദാത്ത മാതൃകകളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ്. ഇന്ത്യയിലെ തന്നെ ആദ്യ മുസ്ലിം ആരാധനാലയമായ ചേരമാൻ പള്ളി നിർമ്മാണ രീതികൾ കൊണ്ടും വളരെ വ്യത്യസ്തമാണ്. മുസരീസ് പൈതൃക പദ്ധതിയുടെ കൂടി ഭാഗമായ പള്ളിയിൽ ലോകമെമ്പാടും നിന്നായി 10,000-കണക്കിന് തീർത്ഥാടകരാണ് സന്ദർശനം നടത്താറുള്ളത്. പതിനാല് നൂറ്റാണ്ടിലേറെ കാലത്തെ പഴക്കമുണ്ട് രാജ്യത്തെ ഇസ്ലാം വിശ്വാസധാരയ്ക്ക് തുടക്കമിട്ട ചേരമാൻ ജുമാ മസ്ജിദിന്. AD 629 കേരളം ഭരിച്ച ചേരമാൻ പെരുമാൾ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. പ്രവാചകന്റെ അനുയായിയും ചേരമാൻ പെരുമാളിനെ ഇസ്ലാമിലേക്ക് നയിക്കുകയും ചെയ്ത മാലിക് ദിനാറും സംഘവും ചേർന്നാണ് പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്തു തന്നെ ആദ്യമായും ലോകത്ത് രണ്ടാമതായും ജുമാ നമസ്കാരം നടന്നുവെന്ന് കരുതപ്പെടുന്ന പള്ളിയിലെത്തിയാൽ ആത്മീയതയുടെ നിറവിലേക്ക് ഏതൊരു വിശ്വാസിയും എത്തും. ഇതര മുസ്ലിം ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിച്ച ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിനോട് സമാനമായ രൂപസാദൃശ്യം കാണാനാകും. വൈദ്യുതി വെളിച്ചങ്ങളില്ലാതിരുന്ന കാലത്ത് പള്ളിയിൽ ഉപയോഗിച്ച തൂക്കുവിളക്കും പള്ളിയുടെ പഴക്കം വിളിച്ചോതുന്ന പുരാവസ്തുവാണ്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയവും പ്രശസ്തവുമാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചേരമാൻ രാജാവിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ടാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ എല്ലാ പള്ളികളിലും ഉള്ള രൂപങ്ങൾ പോലെ തന്നെ സാർവത്രികമായ ഇസ്ലാമിക കർമ്മങ്ങളുടെ രൂപമാണ് ഈ പള്ളിയിലും നടക്കുന്നത്. ഈ പള്ളിയുടെ മാതൃകയായിരിക്കും ഇന്ത്യയിലെ മുഴുവൻ പള്ളികളും അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ കാലത്ത് പ്രവാചക നഗരിയിൽ പണിത പള്ളിയുടെ പരിച്ഛേദത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഈ പള്ളിയുടെയും എല്ലാവിധ ചലനങ്ങളും ആത്മീയമായ പ്രവർത്തനങ്ങളും. നോമ്പുകാലമെന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന സമയം കൂടിയാണ്. പള്ളിയിലെ സമൂഹ നോമ്പുതുറയും ഇഫ്താറുകളുമെല്ലാം ഇതര മതസ്ഥരെ കൂടി പങ്കെടുപ്പിച്ചാണ് ഇക്കാലം അത്രയും നടന്നു വന്നത്. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ മതരാഷ്ട്രീയ സമുദായ വ്യത്യാസങ്ങളില്ലാതെ ഓരോ ചടങ്ങുകളിലും പങ്കാളികളാകും. മദീനയിലെ മസ്ജിദുൻ നബവി മുസ്ലിങ്ങളുടെ മാത്രമായിരുന്നില്ല, എല്ലാ ജനവിഭാഗങ്ങളുടെയും ആശ്രയ കേന്ദ്രമായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ പള്ളിയും എല്ലാ പള്ളികളും. മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുന്ന, മനുഷ്യന് ഗുണം ചെയ്യുന്ന, മനുഷ്യരുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളുടെയും അത്താണി കൂടിയാണ്, അഭയം കൂടിയാണ് ഈ ആരാധനാലയം. പൗരാണികവും ചരിത്രപരവുമായ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ ചേരമാൻ ജുമാ മസ്ജിദ് മുസരിസ് പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആരാധനാലയം കൂടിയാണ്. അതുകൊണ്ടുതന്നെ വിശ്വാസപരമായ പ്രാധാന്യത്തിനൊപ്പം ഒരു ചരിത്ര സ്മാരകം കൂടിയായ പള്ളി സന്ദർശിക്കുന്നതിനായി ഓരോ ദിവസവും നിരവധി ആളുകളാണ് കൊടുങ്ങല്ലൂരിലേക്ക് എത്താറുള്ളത്. ന്യൂസ് മലയാളം, തൃശൂർ.